പാർട്ടിയുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്. പാലക്കാട് നടന്ന KPCC വാർത്താ സമ്മേളനത്തിലാണ് സുധാകരൻ സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. സന്ദീപ് വാര്യറും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സുധാകരൻ തുടങ്ങി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനുമായും പാലക്കാട് സ്ഥാനാർത്ഥി കൃഷ്ണകുമാറുമായും ഇടഞ്ഞതോടെയാണ് സന്ദീപ് പാർട്ടിയുമായി അകന്നു തുടങ്ങിയത്. NDA കൺവെൻഷനിൽ മുതിർന്ന നേതാക്കൾക്കൊപ്പം സന്ദീപ് വാര്യർക്ക് ഇരിപ്പിടം നൽകാത്തതോടെ ആ തർക്കം മുറുകുകയായിരുന്നു. സന്ദീപ് അന്ന് വേദി വിടുകയും ചെയ്തിരുന്നു. ശേഷം നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി സന്ദീപ് രംഗത്തെത്തിയിരുന്നു. തന്റെ അമ്മ മരിച്ചപ്പോൾ കൃഷ്ണകുമാർ കാണാൻ വന്നിരുന്നില്ല എന്നും, എന്നാൽ രാഷ്ട്രീയ പ്രതിയോഗികളായ നേതാക്കൾ പലരും വന്നിരുന്നുവെന്നും പറഞ്ഞ് സന്ദീപ് രംഗത്ത് വന്നിരുന്നു. വിമർശനപരമായ ആ കുറിപ്പ് സന്ദീപ് വൈകാരികമായാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. RSS BJP നേതാക്കളടക്കം നിരവധി തവണ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സന്ദീപ് വഴങ്ങിയിരുന്നില്ല. പാർട്ടി വിടില്ലെന്ന് സന്ദീപ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടെ CPIM നേതാക്കൾ തന്നെ സന്ദീപ് വന്നാൽ സ്വീകരിക്കുമെന്ന സൂചനകളും നൽകിയിരുന്നു. ഊഹാപോഹങ്ങൾക്കൊടുവിൽ ഇപ്പോൾ സന്ദീപ് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്.